ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലോഗൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് വീട്ടിൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ചേട്ടനും ഇല്ല. അച്ഛൻ ആലപ്പുഴയിലാണ്, അമ്മയും ചേട്ടനും അമ്പലത്തിൽ പോയിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. എണീറ്റപ്പോൾ ഇപ്പോൾ സമയം 8:20, കുറച്ച് നേരത്തെ തന്നെ എണീറ്റ്. സാധാരണ താമസിച്ചാണ് എണീക്കാറ്. അപ്പം ഈ വെക്കേഷൻ സമയം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചായ ഇടാൻ പഠിച്ചു. അപ്പം അമ്മ പറഞ്ഞ് ചായ ഇട്ട് കുടിക്കാം. അപ്പം നമുക്ക് ചായ ഇട്ട് കുടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ സാധനമൊക്കെ വെള്ളമൊക്കെ വെച്ച് ചായക്ക് ഇതൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചായ ഇട്ടിട്ട് വരാം. നമ്മുടെ ചായ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാല് കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ, കാരണം എനിക്ക് കടുപ്പത്തിൽ വേണം ചായ, അല്ല എനിക്ക് പാൽ ഒത്തിരി ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ചായ തിളച്ച് വരികയാണ്. അപ്പോൾ നമുക്കിതൊക്കെ എടുക്കാം. നമ്മുടെ ചായ സെറ്റായിട്ടുണ്ട്. കൊള്ളാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു, എന്നാൽ നമുക്ക് കുടിക്കാം. നമുക്ക് നമ്മളെ ഇട്ട ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുടിച്ച് നോക്കാം. കൊള്ളത്തില്ല. ഇതിൽ മധുരമുണ്ട്, ചൂടുമുണ്ട്, വേറെ വികാരങ്ങളൊന്നുമില്ല. എന്തായാലും ഇതല്ലേ ഉണ്ട്. ഇപ്പോൾ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കപ്പി കുടിക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിയുമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വയറ് വിശക്കുന്നില്ല, എന്നാലും നമ്മളങ്ങ് കഴിക്കുക. നമുക്ക് വിശക്കുന്നില്ല. സാധാരണ ഞാൻ സ്കൂളില്ലാത്ത ദിവസം, സ്കൂളുള്ളപ്പോഴും രാവിലത്തെ എനിക്ക് അങ്ങോട്ട് വലിയ കഴിക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല. സ്കൂളിൽ പോകുമ്പോഴായാലും ഞാൻ രാവിലെ കഴിക്കുന്നതൊക്കെ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലൊക്കെ കുഴപ്പമില്ല, നല്ല ലഭിക്കുള്ളൂ. അല്ലാതെ സ്കൂളുള്ളപ്പം കുറച്ച് കഴിക്കാൻ തോന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിപ്പം വീട്ടിൽ ആരും വന്നിട്ടൊന്നുമില്ല, വെറുതെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ടി വിയിൽ നമ്മുടെ ആവേശത്തിലെ ജാട സോങ് കേട്ടോണ്ടിരിക്കുക. ഇനി അവരെല്ലാവരും വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ കുത്തിയിരിക്കാതെ വല്ല സവാളയും ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊലിച്ച് തരാൻ പറഞ്ഞായിരുന്നു അമ്മ. അപ്പം ഞാനത് സഹായിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കൊതുകുണ്ട്, ഫാൻ ഇടാൻ വയ്യ. തൊലി പറന്നു വെച്ചാൽ ഞാൻ തന്നെ തൂക്കേണ്ടി വരും. അതുകൊണ്ട് ഫാനൊന്നും ഇടുന്നില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ കാലത്തിൽ നമ്മുടെ നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്. ഇരിക്കാൻ പോലും വയ്യ. ഇതിൻ്റെ ഈ കാലത്തിൽ നമ്മുടെ എന്താ പറയുക, ലോക്കിയുടെ നമ്മുടെ കോഴികളുടെ കാലാണ് കേട്ടോ. ഒരു 10-25 ഉണ്ട് കാല്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അത് വേവിക്കാൻ വേണ്ടി ഒന്ന് തീനീക്കി വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം. ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് മുരിങ്ങയില തോരനുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ ചിക്കനുണ്ട്, ചോറുണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 3:20 ആയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. പക്ഷെ ഉറങ്ങിയാൽ പിന്നെ വൈകുന്നേരം തൊട്ട് അങ്ങോട്ട് ഫുള്ളൊരു മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നില്ല. നമുക്കിവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ നമുക്കിന്ന് അവിടെ തൂക്കാം. അത് കൊള്ളാം. നമുക്കിവിടെയൊക്കെ തൂത്ത് പൊള്ളിയാക്കി ഇടാം. അപ്പം നിങ്ങളിവിടെ വാ. എല്ലാ മുറികളും ഹാളും കിച്ചണും എല്ലാം നമ്മൾ തൂത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും വെള്ളം ഒഴിക്കാം. അപ്പം അതിന് വേണ്ടി ചായ കുടിക്കണം. അപ്പം ചായ കുടിക്കാൻ നേരിട്ട് വരാം. രാവിലെ കുടിച്ച ചായയുടെ ക്ഷീണം വൈകിട്ടായപ്പോഴത്തേക്ക് അങ്ങ് മാറി കേട്ടോ. നല്ല ചായയായിരുന്നു. വീട്ടിൽ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ വീട്ടിൽ കുറച്ച് എന്താ പറയുക, തൂക്കാനും അങ്ങനെ സംഭവങ്ങളും, പിന്നെ അപ്പുറത്തെ പുരയിടത്തിൽ ചെടിക്ക് കുറച്ച് പണി അതൊക്കെ ചെയ്തായിരുന്നു. അതൊന്നും എടുത്തില്ല വീഡിയോ, കാരണം ഒറ്റയ്ക്ക് വേണ്ടത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം ഞാൻ ഫ്രഷായി കുളിച്ചു വന്നു. ഇനി നമ്മുടെ അമ്പലം തുറന്നിട്ടുണ്ട്, അമ്പലത്തിലേക്ക് പോകണം. കുറച്ച് നാളായി അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നൊന്ന് അമ്പലത്തിലോട്ട് പോകാം. അപ്പം അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നാഗരാജ ക്ഷേത്രം. ഞാൻ അകത്തൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഒരു 5 മിനിറ്റ് അവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് തിരുമേനിയുടെ ഇന്ന് പ്രസാദവും മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പപ്പായ കഴിക്കുകയാണ്. നമ്മുടെ സ്വന്തം എന്താ പറയുക, പുരയിടത്തിലുണ്ടായ പപ്പായാണ്, റെഡ് ലേഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, അടിപൊളിയാണ്. എല്ലാവരും ഇതേപോലെ പപ്പായൊക്കെ നട്ടാൽ കാശ് കൊടുത്ത് വേറെ മേടിക്കണ്ടല്ലോ, സൂപ്പറാണ്.